13 ട്രെയിൻ വരെ എണ്ണി കഴിഞ്ഞു. നിങ്ങൾ ഈ ട്രെയിൻ എണ്ണിക്കൊണ്ടിരുന്നോ? എന്തിനായി വെറുതെ ടെൻഷൻ അടിക്കുന്ന? അവന്മാർക്ക് നമ്മളെ പറ്റി ഒരു തുമ്പും കിട്ടിയിട്ടില്ല. നിങ്ങൾക്ക് തെറ്റി. കേരള പോലീസുകാർ നമ്മൾ വിചാരിക്കുന്ന പോലെ മണ്ടന്മാരൊന്നുമല്ല. ഈ ചാനൽ കാണുന്നതൊന്നും സത്യമല്ല. എന്റെ ഊഹം ശരിയാണെങ്കിൽ പോലീസുകാർ നമ്മുടെ തൊട്ട് പിന്നാലെ തന്നെ ഉണ്ട്. നമ്മൾ വേഗം തന്നെ ഈ കുട്ടിയെ ഉപേക്ഷിച്ചിട്ട് വേഗം രക്ഷപ്പെടണം. ഇന്നെന്താ പതിപോലെ ചായ അല്ലല്ലോ? ചായയില് വെള്ളത്തിന്റെ അളവ് കൂടി വരുന്നുണ്ടേ. ചായ അങ്ങ് നിർത്താന്ന് വിചാരിച്ചു. പറ്റിന്റെ അളവും കൂടി വരുവാ. രാജീവേട്ടന്റെ മോളല്ലേ? അച്ഛനും ഒന്ന് കൊറിയർ ആണോ എന്നതൊന്ന് നോക്കോ. വണ്ടി എടുത്തോ. വണ്ടി വേഗം എടുക്കണോ. നമസ്കാരം. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് വീണ്ടും കുട്ടിയെ തട്ടിക്കൊണ്ടുപോകൽ. സ്കൂൾ കഴിഞ്ഞ് തിരികെ വീട്ടിലേക്ക് മടങ്ങവേ വാഹനത്തിലെത്തിയ അജ്ഞാത സംഘം മാവേലിക്കര സ്വദേശി രാജീവിന്റെ മകൾ 6 വയസ്സുകാരി ആരാധ്യയാണ് തട്ടിക്കൊണ്ടുപോയത്. പ്രതികളെ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി കുട്ടിയുടെ വീട്ടിൽ നിന്നും നമ്മുടെ റിപ്പോർട്ടർ വേദിക കൂടെ ചേരുന്നു. ഹലോ വേദിക, കേൾക്കാമോ? ശരിക്കും വേദിക, എന്താണ് സംഭവിച്ചത്? മാതാപിതാക്കൾക്ക് എന്താണ് കുട്ടിയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്? പ്രതികളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിവരങ്ങൾ ഇപ്പോൾ നൽകാൻ സാധിക്കുന്നുണ്ടോ? ഒരു വെളുത്ത വാഹനത്തിന് കൂടി തട്ടിക്കൊണ്ട് പോയിരിക്കുന്നത് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. നമ്മുടെ മറ്റൊരു മീഡിയയും സംഘവും കുട്ടിയുടെ വാഹനം തൊട്ട് പുറകിൽ തന്നെയുണ്ട്. നമുക്ക് കുട്ടിയുടെ വീട്ടുകാരുടെ കൂടുതൽ വിവരങ്ങൾ ചോദിക്കാം. സാർ, ഓക്കെ, നമ്മുടെ ഒപ്പം ഇപ്പോൾ ഉള്ളത് കുട്ടിയുടെ അമ്മയാണ്. അമ്മ, എന്താണ് പറയാനുള്ളത് ഈ സംഭവത്തെ കുറിച്ച്? എന്തായാലും കുട്ടി അവസാനമായി കഴിച്ചത്? എന്തൊരു ചോദ്യമോട് ചോദിക്കുന്നത്? സാർ ആരായിരുന്നു? ഞാൻ അമ്മാവനാണ്. ഓക്കെ, കുട്ടിയുടെ അമ്മ നമ്മളൊപ്പം ഉണ്ട്. അമ്മാവ, എന്താണ് പറയാനുള്ളത് കുട്ടിയുടെ തിരോധാനത്തെ കുറിച്ച്? നിനക്ക് ഒരു മനസാക്ഷി ഉണ്ടോ? എന്തെങ്കിലും വിഷയം ഉണ്ടാകുമ്പോൾ ഒരു കോലും പൊക്കിക്കൊണ്ടിറങ്ങിക്കോളും. കുഞ്ഞിനെ കാണാൻ ഒരു അമ്മയുടെ വിഷമം പറഞ്ഞാൽ നിനക്കൊന്നും മനസ്സിലാവത്തില്ല. നിന്റെയൊക്കെ വീട്ടിലാണ് നീ ഇതൊക്കെ ചെയ്യുമോ? എല്ലാം എടുത്തോണ്ട് പോയോ? ഹലോ അമ്മ, കുഞ്ഞിനെ കാണാനില്ലെന്നാ? അത് അടുത്ത ഫ്ലാറ്റിലോ പാർക്കിലോ കാണും. ഒന്നുകൂടെ നോക്കിയിട്ട് വിളിക്ക്. ഞാൻ വർക്കില്ല. ഹലോ, നോക്കട്ടോ. ശരി. അമ്മ എന്തായി? ഓ ശരി, കണ്ടല്ലേ. അവനെ ഇങ്ങോട്ട് ഇറക്കി വിടണ്ട, അവിടെ തന്നെ വെക്ക്. ശരി. എടാ, ഞാൻ സാറിനെ വിളിക്കട്ടെ, ഒറ്റ മിനിറ്റ്. കുഞ്ഞിനെ കാണാൻ ഒരു അമ്മയുടെ വിഷമം പറഞ്ഞാൽ നിനക്കൊന്നും മനസ്സിലാവത്തില്ല. നിന്റെയൊക്കെ വീട്ടിലാണ് നീ ഇതൊക്കെ ചെയ്യുമോ? ഹലോ വേദിക. ഹലോ സാർ. സാർ, ന്യൂസ് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സാർ, നമ്മൾ ഈ കണിന്ന് വെച്ച് ക്രൂരതയല്ലേ? കുഞ്ഞ് നഷ്ടമായ ഒരു അമ്മയുടെ അടുത്ത് നിന്നിട്ട് ഇത്തരം സ്റ്റുപ്പിഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നത്. ഇവിടെ ഇമോഷൻസിനല്ല, റേറ്റിംഗിനാണ് വാല്യൂ. ഇത് മീഡിയയാണ്. ഇതൊരു ഹൈലി കോമ്പറ്റീറ്റീവായ ഫീൽഡാണ്. അല്ല സാർ, ഞാനൊരു അമ്മയാണ്, എനിക്കത് മനസ്സിലാവും, അതുകൊണ്ടാണ് പറയുന്നത്. നോ മോർ എക്സ്ക്യൂസ് ആൻഡ് ഗെറ്റ് ബാക്ക് ടു യുവർ ജോബ്. ഓക്കെ. ഹലോ ടോണി, നമുക്ക് ബാക്കി റിപ്പോർട്ട് ചെയ്യാം. ഹലോ സാർ. സജീവേ, പറഞ്ഞോളൂ സാർ. കുട്ടിയുടെ പേരൻസിനെ വിളിച്ച് പറഞ്ഞാൽ പ്രതികൾ നമ്മുടെ കയ്യിൽ നിന്ന് തീർത്താനുണ്ടെന്ന്. പിന്നെ മീഡിയ അത് അടുപ്പിക്കാൻ നിൽക്കണ്ട സാർ. ഈ പോയിന്റ് വെച്ചാണ് കുട്ടിയെ വിസാരിക്കുന്നത്. ഈ 15 കിലോമീറ്റർ ചുറ്റളവിൽ 7 പോലീസ് സ്റ്റേഷനുകളുണ്ട്. ഈ ഏരിയ വിട്ട് അവരെ പുറത്തു പോകാൻ ഒരു ചാൻസ് ഇല്ല. ഓക്കെ, വണ്ടി എടുക്കും. വീട്ടിലേക്ക് മടങ്ങവേ വാഹനത്തിലെത്തിയ അജ്ഞാത സംഘം മാവേലിക്കര സ്വദേശി രാജീവിന്റെ വണ്ടി എടുക്കണോ? തനിക്ക് പറ്റിയത് താൻ ഇവിടെ ഇറങ്ങിക്കോ. കൊച്ചിനെ ഞാൻ കൊണ്ടുവിട്ടോളാം.
ഇന്നത്തെ പ്രധാന വാർത്ത. നാടിനെ ആശങ്കയിലാക്കിയ 6 വയസ്സുകാരി ആരാധ്യയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ പ്രധാന വഴി. സാരഭായ് പാർക്കിൽ വൈകിട്ട് 6 മണിയോടെയാണ് കുട്ടിയെ കണ്ടെത്താനായത്. പാർക്കിൽ കുട്ടിയെ ഉപേക്ഷിച്ച് 2 പേർ കടന്നു കളഞ്ഞതായാണ് നാട്ടുകാർ പറഞ്ഞത്. കേരളം ഒറ്റക്കെട്ടായി നിന്നതിന്റെ ഭാഗമായാണ് ഇത്ര വേഗത്തിൽ കുട്ടിയെ കണ്ടെത്താൻ സാധിച്ചത്. ഇടുക്കി ജനങ്ങളോടായി ഈ അവസരത്തിൽ ചോദിക്കാനുള്ളത് ഒരു ചോദ്യം മാത്രം: ഈ തിരോധാനത്തിന് പിന്നിൽ മറ്റെന്തെങ്കിലും ലക്ഷ്യം? നമുക്ക് തീർക്കരുത് 20 മണി നേരം അതുക്കുള്ളേ നമ്മൾ നനച്ച പ്ലാൻ முடிச்சிடலாம். Let's begin the game.